നടക്കാത്തൊരു മേഖലയായിരുന്നു. ആൾക്കാർ നമ്മളിവിടെ ഒരു സമ്മേളനം നടന്നെങ്കിലും കാര്യമായ രീതിയിൽ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഒരു തണിഞ്ഞ രീതിയിൽ പോകുന്നൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും സജീവമായിട്ട് വരാൻ തയ്യാറായി, നമ്മുടെ കൂടെ സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, ഏതാണ്ട് ഒരു 120ഓളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പുകളിൽ വന്ന് നമ്മളോട് തീർച്ചയായും അധ്യക്ഷ സ്ഥാനാണിത്. ഒരാഹ്ലാദത്തോടെ ഞാനിത് ഏറ്റെടുക്കുന്നു. മയിൽ മേഖലയുടെ അധ്യക്ഷൻ നിർവഹിച്ച് ഏതോ യാത്രയിലാണ് അല്പം താമസിക്കുന്നു പറഞ്ഞു. നമ്മൾ കുറേ ആൾക്കാർ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലാ സമ്മേളനം ഇനി വൈകുന്നതുകൊണ്ടാണ് പരിപാടി പെട്ടെന്ന് തുടങ്ങുന്നത്. ഒരു വിനോദിൻ്റെ സ്നേഹപൂർവമായ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. സത്യത്തിൽ ഞാൻ നന്മയായിട്ട് ബന്ധപ്പെട്ട് നന്മയുടെ പ്രാഥമിക അംഗത്വം ഇപ്പോൾ എടുക്കുന്നേ ഉള്ളൂ. പക്ഷേ ഒരുപാട് വർഷമായിട്ട് ഇവരുടെ പ്രവർത്തനവുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. ഏറ്റവും നമുക്ക് എൻ്റെ മക്കളെയൊക്കെ സംസ്ഥാന യാത്രയിൽ അയച്ചിട്ടുണ്ട്. അവർക്ക് കൂട്ടുപോയിട്ടുണ്ട് ഭാര്യ. ഏറ്റവും സന്തോഷം ഇതിൽ കഴിഞ്ഞ 2 മാസം പറഞ്ഞുകൊണ്ട് ഈ മേഖലാ സമ്മേളനം അതിൻ്റെ ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഔപചാരികമായ ഉദ്ഘാടനത്തിന് മുമ്പ് ഒരു അനുശോചന പ്രമേയം കൂടി അവതരിപ്പിക്കാതെ എഴുതി തയ്യാറാക്കിയ ഒരു അനുശോചന പ്രമേയമല്ല വേണ്ടി ശ്രീ അനീഷിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. കലാകാരന്മാരായ സുഹൃത്തുക്കളെ, അനുശോചനം പ്രമേയം ഒന്നും തയ്യാറാക്കിയില്ല. ഇതിരുന്നാലും കഴിഞ്ഞ സമ്മേളന കാലത്തിന് ശേഷം ഈ സമ്മേളന കാലത്തിനുള്ളിൽ നമ്മെ വിട്ടുപിരിഞ്ഞ കലാകാരന്മാർ, രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിച്ച നമ്മെ വിട്ടുപിരിഞ്ഞുപോയ മുഴുവൻ വ്യക്തികൾക്കും ഒരു അനുശോചനം അറിയിക്കുകയാണ്. അതിനൊരു വീണ്ടും എഴുതിയിട്ടുണ്ട്. ഇനി വേദിയുടെ മുഖ്യ ആകർഷണം നന്മ സംഘവനിതാ വേദിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിരിക്കുന്ന വളരെ പ്രശസ്തയായ കലാകാരി കൂടിയായിട്ടുള്ള ശ്രീമതി സുജാമിയും നമ്മുടെ മയ്യൽ മേഖലയിലെ ഈ വർഷത്തെ മേഖലാ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീമതി സുജിയ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന നന്മയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ ട്രഷററുമായ ശ്രീ VTK കണ്ടത്, അതുപോലെ തന്നെ നന്മ സംഘവനിതയുടെ ജില്ലാ സെക്രട്ടറിയായ ശ്രീമതി ഉമാദേവി, അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീ വിനോദ് ഗോവിന്ദ്, ഇന്ത്യയുടെ അധ്യക്ഷത വഹിച്ചിട്ടുള്ള ദിനേശ് മാസ്റ്റർ, അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കലാകാരന്മാരെയും കലാകാരികളെയും ഞാൻ ഈ ഒരു സന്തോഷം അറിയിക്കുകയാണ്. വിനോദ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയാണ് നന്മ, നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ്സ്. അതിൻ്റെ ചുരുക്കപ്പേരിലാണ് ഈ നന്മ എന്ന സംഘടന അറിയപ്പെടുന്നത്. കഴിഞ്ഞ 19 വർഷമായി കേരളത്തിലുടനീളം 14 ജില്ലകളിലും നല്ല നിലയിൽ വേരുറപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു സംഘടനയാണ് നന്മ. വിനോദ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ് ഇന്നും ഞാൻ ഒന്നുകൂടി പറയാണ്, കലാകാരന്മാരുടെ ക്ഷേമനിധിക്ക് വേണ്ടി വളരെയധികം നല്ല രീതിയിൽ ഇടപെടുകയും സമരം നയിച്ചുകൊണ്ട് ക്ഷേമനിധിയും കലാകാരന്മാരുടെ പെൻഷനും നേടിയെടുക്കാൻ നന്മ എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പെൻഷനിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല തുക ലഭിക്കുന്ന ഒരു പെൻഷനാണ് നന്മയുടെ. സത്യത്തിലേക്ക്
നന്മയുടെ സംസ്ഥാന ജില്ലാ മേഖല യൂണിറ്റ് തല ഭാരവാഹികളെ, നന്മയുടെ ബഹുമാന്യരായ മെമ്പർമാരെ, സഹയാത്രി, നന്മ നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ്, അതാണ് നന്മ. അല്ലാതെ നമ്മൾ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു കുടുംബശ്രീക്കോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇടുന്ന തരത്തിലുള്ള ഒരു പേരല്ല നന്മ. നാഷണൽ അസോസിയേഷൻ ഓഫ് മലയാളം ആർട്ടിസ്റ്റ്, അതാണ് നന്മ. 2006 ഈ സംഘടന രൂപീകരിച്ചു. അന്ന് രൂപീകരിക്കുന്നത് ഗുരുവായൂർ കിഴക്കേ നടയിലുള്ള ഒരു യൂട്യൂബ് സ്കൂളായിരുന്നു. ആ സമ്മേളനത്തിൽ ആകെ പങ്കെടുത്തത് 50ഓളം പേരാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്ന് ഒരാൾ പോലും ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല. കാരണം നമ്മൾ പറഞ്ഞ ജില്ലകളൊന്നും കലാകാരന്മാരും ഇല്ലാത്തതുകൊണ്ട് ഇന്നത്തെ നിലയിൽ കമ്മ്യൂണിക്കേഷൻ സൗകര്യമൊന്നുമില്ല. സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ ട്രഷററുമായ ശ്രീ VTK കണ്ടോത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗവും സർഗവനിത ജില്ലാ ട്രഷററുമായ സുജേജി, ജില്ലാ കമ്മിറ്റി അംഗം വിനോ ഗോവിന്ദ്, ദിനേശൻ മാഷ്, അധ്യക്ഷൻ ദിനേശൻ മാഷ്, നന്മ മയിൽ മേഖലയിലെ പ്രിയപ്പെട്ട കലാകാരന്മാരെ, കലാകാരികളെ, ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇത്ര ആളുകളെ ഈ ഒരു സദസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചതിൽ വിനോ ഗോവിന്ദിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ ആദ്യമായി അഭിനന്ദനം അറിയിക്കുന്നു, നന്ദി പറയുന്നു. വിനോ ഗോവിന്ദ് വളരെ സജീവമായിട്ട് നന്മയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞങ്ങളെപ്പോൾ നന്മ ജില്ലാ കമ്മിറ്റി കൂടുന്ന സമയത്തും വിനോ ഗോവിന്ദിനെ കളിയാക്കാറുണ്ട്, ഒറ്റയാൾ പട്ടാളം എന്ന് പറഞ്ഞു. ആ ഒറ്റയാൾ പട്ടാളം ഇത്രയധികം പേരെ ഈ ഒരു മേഖലാ സമ്മേളനത്തിന് സംഘടിപ്പിച്ചു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ നന്മയിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. വളരെ കുറഞ്ഞ വർഷത്തെ പ്രവർത്തന പരിചയമേ എനിക്കുള്ളൂ. അപ്പോൾ ഞാൻ കേട്ടറിഞ്ഞത് 2019 വളരെ ഗംഭീരമായി 2 ദിവസങ്ങളിലായി നന്മയുടെ ജില്ലാ സമ്മേളനം മയ്യിൽ വെച്ച് നടത്തിയിരുന്നു എന്ന് ഞാൻ കേട്ടറിഞ്ഞ ചരിത്രമാണ്, അല്ലെങ്കിൽ സത്യമാണ്. അവിടുന്ന് ഇങ്ങോട്ട് എന്താണ് മയ്യിലിന് സംഭവിച്ചത് എന്ന് പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വീണ്ടും മയ്യിൽ മേഖലയ്ക്ക് പുനരുജ്ജീവനം നൽകാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വളരെ സ്വാഗതാർഹമാണ്. നന്മ മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടന യാതൊരു തരത്തിലുള്ള കക്ഷിതിരിവുകൾ അല്ലെങ്കിൽ വേർതിരിവുകളില്ലാതെ, ജാതി മത രാഷ്ട്രീയ വേർതിരിവുകളില്ലാതെ എല്ലാ കലാകാരന്മാരെയും ഒരു കൊടിക്കുഴി കീഴിൽ അണിനിരത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് നന്മ എന്ന സംഘടനയ്ക്ക് കീഴിൽ നിന്നുകൊണ്ട് നമുക്ക് കലാകാരന്മാരുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ നല്ലൊരു സമൂഹത്തെ കെട്ടിക്കൊടുക്കാനും വേണ്ടി ശ്രമിക്കാം എന്ന് മാത്രം പറയുന്നു. ഈ ഒരു വയ്യാത്തുള്ള ആശംസകളും അറിയിക്കുന്നു. മയിൽമേഖല ഒരുപാട് കലാകാരന്മാരും കലാകാരികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല തന്നെയാണ്. ഒരുപാട് പരിപാടികൾ, ശ്രദ്ധേയമായിട്ട് ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ട് പാരമ്പര്യമുള്ളൊരു മേഖല തന്നെയാണ്. ഈ സംഘടനയിലേക്കും ആ കലാകാരന്മാരെല്ലാവരും കടന്നു വരേണ്ടതാണ്. ഇനിയുള്ള പ്രവർത്തനം അതിനുള്ള വേണ്ടി ആയിരിക്കണം. അതിൽ നയിക്കാൻ പോകുന്ന കുറച്ച് പേര് ഒരു പാനൽ കമ്മിറ്റി തിരഞ്ഞെടുക്കാൻ പോകുന്ന പാനലുകൾ അവതരിപ്പിക്കുകയാണ്. 23 പേരുടെ ഒരു പാനലാണ്. അതിൽ ആരെങ്കിലും കൂട്ടിച്ചേർക്കാൻ
മാറ്റി നിർത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. ഏതായാലും പേര് വഹിക്കാം. വിനോദ് ഗോവിന്ദ്, വിജയകുമാർ നാറാത്ത്, ദിനേശ് നാറാത്ത്, അമൽ ചന്ദ്രൻ, ശ്രീദീപ്, അനീഷ് കുമാർ ടി വി, മനോജ് പണിക്കർ, ടി കെ രവി, രാജേഷ് കണായിപ്പറമ്പ്, നിമ്മി, സജ്ജ ദിനേശ്, സുരേഷ് കടാങ്കോട്, മഹേഷ് പട്ടൂർക്കാരൻ, ശശിധരൻ മാസ്റ്റർ, ഷൺമുഖദാസ്, പ്രദോഷ് പുത്തൻപുഴി, നബിത പ്രദോഷ്, അഖിൽ കയറ, ശ്രീജിഷ വിനോദ്, സുഭാഷ് ഭാസ്കർ കയറ, ദേവദാസ് നാറാത്ത്, ഇബ്രാഹിം പി ടി, പ്രകാശൻ കുറ്റ്യാട്ടം.